ഈ വീഡിയോയിൽ നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കാൻ പോകുന്നത് എൻ്റെ കയ്യിലുള്ള ഈ ജെല്ലി മുട്ടായി ആട്ട. നിങ്ങളിൽ പലരും ഇതുപോലുള്ള വീഡിയോ കണ്ടിട്ടുണ്ടാവും. ജെല്ലി മുട്ടായി എടുത്തിട്ട് ഇങ്ങനെ തുണിയിലെടുത്ത് പിയുമ്പോൾ ഇങ്ങനെ പശ പോലെയുള്ള സാധനം തുണിയിൽ പറ്റി പിടിച്ച് നിൽക്കുന്നത്. എന്തായാലും നമ്മൾ എടുത്തിട്ടുള്ള ഈ രണ്ട് ജെല്ലി മുട്ടായിൽ ഒന്ന് എടുത്തിട്ട് നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ നോക്കാം എന്താ കാണാമെന്ന് നോക്കാമല്ലോ. ഈ ഒരു സാധനം വാങ്ങുന്നവരൊന്ന് സൂക്ഷിക്കണം കേട്ടോ. കാരണം ഇതിമ ഒരു ഡേറ്റോ കാര്യങ്ങളോ മാനുഫാക്ചറിങ് ഡേറ്റോ എക്സ്പയറി ഡേറ്റോ ഒരു കാര്യമില്ല കേട്ടോ. പിന്നെ ഇതിൽ അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നുമില്ല. ഒരു ഓൾ വിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേര് മാത്രമേ ഇതിൽ കാണുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് എന്നുണ്ടാക്കിയതാണ്, എന്ന് ഇത് കേടുവരുന്നു, എന്ന് ഒരു അഡ്രസ്സും ഇതുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ ഒന്ന് നോക്കാം എന്താ കാണുന്നതെന്ന് അറിയാമല്ലോ. അപ്പോൾ നമ്മൾ ഒന്ന് പൊട്ടിച്ച് കുറച്ച് ആ ജെല്ലി മിഠായി സ്ലൈഡിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം എന്താ കാണുന്നത്. ഇപ്പോൾ നമ്മുടെ ജെല്ലി മിഠായി മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ കേട്ടോ ഇങ്ങനെയൊക്കെ ആയിട്ട് കാണപ്പെടുന്നത് കുറേ വേസ്റ്റ് പാർട്ടിക്കിൾസ് പോലെ അവിടെയും ഇവിടെ ആയിട്ട് കുറേ സാധനങ്ങൾ ഇങ്ങനെ എടുക്കുന്നതാട്ടോ നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ നമ്മുടെ ഈ ജെല്ലി മിഠായി നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. അതൊക്കെ എന്താണെന്നുള്ളത് സൂക്ഷിച്ച് നോക്കേണ്ടി വരും. കുറേ പാർട്ടിക്കിൾസ്, പല പല പാർട്ടിക്കിൾസ് നമുക്ക് അതിലൂടെ നോക്കുമ്പോൾ കാണാൻ പറ്റാത്ത മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ ഇങ്ങനെ അവിടെയും ഇവിടെ ആയിട്ട് കുറേ പാർട്ടിക്കിൾസ് ഇങ്ങനെ എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഈ ഒരു ജെല്ലിമുട്ടായൊക്കെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നത് വെറും ₹1 കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കണം, പ്രൊഡക്ഷൻ ചെയ്യുന്ന കമ്പനിക്ക് എത്ര ചിലവുണ്ടാവും? ഏറിപ്പോയ ഒരു 20 പൈസ 25 പൈസക്കൊക്കെ 25 പൈസക്കൊക്കെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി തന്നെങ്കിൽ അതിൻ്റെ ഒരു ക്വാളിറ്റി ലെവൽ എന്തായിരിക്കും? അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ഒക്കെ കാണാൻ നമ്മളൊന്ന് ഫോളോ ചെയ്ത് കൂടിക്കോളി കേട്ടോ. ഇനി ഇതുപോലെ എന്തെങ്കിലുമൊക്കെ മൈക്രോസ്കോപ്പിൽ നോക്കണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളിട്ടാ.